കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. നാളെ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറയുന്നത്. എന്നാൽ വയനാട്ടിൽ മത്സരിക്കാൻ രാഹുൽ സമ്മതിച്ചു എന്നത് വസ്തുതാപരമായി ശരിയല്ലെന്ന് കോൺഗ്രസ് നേതാവ് PC ചാക്കോ തിരുത്തി. രാഹുൽ എത്തുമെന്ന് പൂർണ്ണ പ്രതീക്ഷയുണ്ടെന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന് കേരള നേതാക്കളെല്ലാം അവകാശപ്പെടുമ്പോഴും കേന്ദ്ര നേതൃത്വം ഇതുവരെ വ്യക്തമായി പ്രതികരിച്ചിട്ടില്ല. ഇതുതന്നെയാണ് അവ്യക്തതയ്ക്കും അനിശ്ചിതത്വത്തിനും കാരണം. രാഹുൽ വയനാട്ടിൽ മത്സരിക്കുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് ഉമ്മൻചാണ്ടി ആവർത്തിച്ചു. രാഹുൽജിയുടെ മത്സരത്തിൽ കൂടിയുള്ള സാന്നിധ്യം അത് വലിയ ഒരു മാറ്റം, അനുകൂലമായ മാറ്റം ഈ സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു നിർദ്ദേശം മുമ്പോട്ട് വെച്ചത്. രാഹുലിന്റെ കാര്യത്തിൽ നാളെ തീരുമാനമുണ്ടാകുമെന്ന് ഒരു പടി കൂടി കടന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. നാളെ ചേരുന്ന കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കണമെന്നുള്ളത് കേരള ജനതയുടെ ഒരു പൊതു ആവശ്യമാണ്. അതേസമയം രാഹുൽ അനുകൂല തീരുമാനമെടുത്തെന്ന കേരള നേതാക്കളുടെ അവകാശവാദത്തെ AICC സെക്രട്ടറി PC ചാക്കോ പൂർണ്ണമായും തള്ളി. രാഹുൽ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്ന് ചാക്കോ തുറന്നു പറഞ്ഞു. അദ്ദേഹത്തിന് അങ്ങനെ ഓഫ് ഹാൻഡ് ആയിട്ട് എടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതേക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. അദ്ദേഹം ആരോടും അങ്ങനെ ആ അഭ്യർത്ഥനയ്ക്ക് അനുകൂലമായി പ്രതികരിച്ചതായി ഞാൻ മനസ്സിലാക്കുന്നില്ല. ഈ അനിശ്ചിതത്വം മൂലമാണ് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്ന് നടത്താനിരുന്ന വാർത്താ സമ്മേളനം റദ്ദാക്കിയത്. നാളെ ചേരുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം ചർച്ച ചെയ്തേക്കും. എന്നാൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് രാഹുൽ തന്നെയാണ്. News 18 ഡൽഹി.